നമ്മൾ ഈ പ്രദേശത്ത് വരുമ്പോൾ ഇവിടുത്തെ വീടുകളുടെ ഒരു മാതൃകയുണ്ട്. ചെറിയ വീടുകൾ, കുഞ്ഞു വീടുകൾ, അതുപോലെ തന്നെ ലയങ്ങൾ, പാടികൾ, ഇത്തരത്തിലുള്ള ധാരാളം പാടികൾ ആണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ പാടികൾ. എന്ന് വെച്ചാൽ ഈ ഒരു ഒന്നിച്ചാണ് ഇതുണ്ടാവുക. ഒറ്റമുറി, ഒരു അടുക്കള, അതോടൊപ്പം തന്നെ ഒരു സിറ്റിംഗ് ഏരിയ, ആ രീതിയിലാണ് അവരുടെ 1, 2, 3 റൂമുകൾ, അഥവാ ബെഡ്റൂം ആയിരിക്കില്ല, മൊത്തം 3 റൂം. അതിൽ ബെഡ്റൂം ഉണ്ടാകും, അടുക്കളയുണ്ടാകും, ബാത്റൂം ഉണ്ടാകും. ആ ബാത്റൂം എല്ലാം കോമൺ ആയിട്ട് പുറത്തോ മറ്റോ ഒക്കെ ആയിരിക്കും. ഈ രീതിയിലുള്ള 4-5 ആളുകളൊക്കെ ഇതിനകത്ത് താമസിക്കും, 5 കുടുംബങ്ങൾ താമസിക്കും. ആ രീതിയിലുള്ള ധാരാളം പാടികൾ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ ലയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പാടി, ലയം എന്നൊക്കെ പറയും. അതുപോലെയുള്ള ഒരു പാടിയാണ്, തകർന്ന ഒരു പാടിയാണിത്. ഇതിൻ്റെ ഈ ഭാഗം തകർന്നില്ലെങ്കിലും തൊട്ടപ്പുറത്ത് ആ ഭാഗം തകർന്നിട്ടുണ്ട്. അവിടേക്ക് കയറി ചെല്ലുന്നതിന് കുറച്ച് പരിമിതിയുണ്ട്. ഈ പാടിയിൽ ഞാൻ കണ്ട ഒരു ഭീകരത എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള വലിയ കരിങ്കല്ലുകളാണ് ഇതിൻ്റെ ഭിത്തികൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൺകല്ലിൻ്റെ 2 മൺകല്ല് കൂട്ടി വെച്ചാൽ എത്ര വീതി കിട്ടുമോ അത്ര വീതിയിൽ ഇതിൻ്റെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിഖിൽ എൻ്റെ കൂടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായ വിവരണം എനിക്ക് കാണിച്ചു തരാൻ കഴിയും. കാരണം നമുക്കിവിടേക്ക് വരുന്നതിന് ചില പരിമിതികളുണ്ട്. നമുക്ക് നിഖിലൊന്ന് വരണം. അപ്പോൾ ഇവിടെ എൻ്റെ പിറകിൽ കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള പാടികൾ, ലയങ്ങളൊക്കെയാണ്. ഇവിടെ ഈ കാണുന്ന കല്ലുകൾ നമുക്ക് ഇതൊക്കെ ഏത് നിമിഷവും വീഴാവുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന കല്ല് കൂടിയാണ്, മതിൽ കൂടിയാണ് എന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് വരുന്നതിന് ഒരു പ്രയാസമുള്ളത്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് എനിക്ക് ഒരു താഴ്ച പോലെയുള്ള വളരെ വഴുവഴുപ്പാർന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ പാടികളുടെ ഒരു അവസ്ഥ. ഇതിൻ്റെ എൻ്റെ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ, ഒരു കൊടുവള്ളി ഭാഷയിലൊക്കെ ഞങ്ങളിത് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു എന്താ പറയുക, പാക്ക് എന്നാണ് ഞങ്ങൾ പലപ്പോഴും പറയുക. അല്ലെങ്കിൽ അതിൻ്റെ പില്ലർ പോലെ വെച്ചിരിക്കുന്ന പലകകളെക്കുറിച്ച് നമ്മൾ പറയുന്ന അതാണ് പാത്തികൾ എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അതുപോലെയുള്ള മരത്തിൻ്റെ പാത്തികൾ കൊണ്ടാണ് ഈ ലയങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ഓരോ ലയങ്ങളുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത്. ഈ ലയത്തിൽ ഇവിടെ 1, 2, 3, 4 ഏകദേശം 1, 2, 3, 4, 5, 6 വീടുകളാണ് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൊക്കെ ചെറിയ കുഞ്ഞു റൂമുകൾ മാത്രമാണ് ഇതിനൊക്കെ ഉണ്ടാവുക. ഇവിടുത്തെ തേയിലത്തോട്ടത്തിലെ പണിയെടുക്കുന്ന ആളുകളായിരിക്കും ഇവർ. ഇതിൻ്റെ മുറ്റത്തിൽ ബൈക്കൊക്കെ തകർന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു മേഖലയിലൂടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അത്യന്തം ഭീതിയോടുകൂടി, സുരക്ഷയോടുകൂടി മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്.